അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് റൂൾ ഓഫ് ഗവൺമെൻറ് ആയിരുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ റൂൾ ഓഫ് ഗവൺമെൻറ് ഇൻ ദിസ് പൊളിറ്റിക്കൽ സ്റ്റെബിലൈസേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് റൂൾ ഓഫ് ഗവൺമെൻറ് മാറി വന്നിരിക്കുന്നത് ഓരോ വർഷം കൂടും. കെയ്ൻസിൻ്റെ നമുക്കറിയാം, കെയ്ൻസിൻ്റെ ജസ്റ്റ് ബെനവലൻറ്റ് ഗവൺമെൻറ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഇത് മനസ്സിലാക്കി ദാറ്റ് ഈസ് ജസ്റ്റ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും വരേണ്ടത്. പിന്നെ പോസ്റ്റ് കെയ്നീഷ്യൻസ് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മളുടെ ഇത് കഴിഞ്ഞിട്ട് ഇക്കോണമിസ്റ്റ് നമുക്കറിയാം എങ്ങനെയാണ് റൂൾ ഓഫ് ഗവൺമെൻറ് ചേഞ്ച് ചെയ്ത് വന്നത്. ആദ്യം 10% ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് കൂടി വന്നു. പിന്നെയും അത് പ്രശ്നമായിട്ട് വന്നു. അതായത് പിന്നീട് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായി, അതായത് മാർക്കറ്റ് ഫോഴ്സസും ഇമ്പോർട്ടൻ്റ് അല്ലേന്ന്. അവസാനം തീരുമാനം വന്നത് എന്താ വെച്ചാൽ രണ്ടും, ഗവൺമെൻറ്റും അതെ മാർക്കറ്റ് ഫോഴ്സസും അത്യാവശ്യമാണ് ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇനി അടുത്ത വാട്ട് ഈസ് ദ സ്റ്റെബിലൈസേഷൻ, അതായത് എന്താണ് പൊളിറ്റീഷ്യൻസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പോളിസി എങ്ങനെയാണെന്നാണ് പറയണത്. അപ്പോൾ ഫ്രേ പറയണത് എന്താ വെച്ചാൽ പണ്ടത്തെ ആ സർക്കുലർ ഫ്ലോ ഓഫ് ഇതുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ മോഡിഫൈ ചെയ്യണം ടു കൺസിഡർ ദ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. അതായത് ഗവൺമെൻറ് ആ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ബിഹേവിയർ ഉണ്ടല്ലോ, സെൽഫ് ഇൻട്രസ്റ്റഡ് ഗവൺമെൻറ് ആണ്, അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യണം. അപ്പോൾ അത് ആ ഒരു സർക്കുലർ ഫ്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് വേറെ തരം ആക്കണം എന്നാണ് ഫ്രേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ കെയ്നീഷ്യൻ വ്യൂവിൽ എല്ലാം ഗവൺമെൻറ്റാണ് ശരിയാക്കാമെന്ന് വോട്ടേഴ്സിനുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. വോട്ടേഴ്സിന് ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് പ്രോബ്ലം ഉണ്ട്. പ്രിൻസിപ്പൽ ഏജൻറ്റ് പറഞ്ഞ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഏജൻറ്റ് ഇവിടെ ഗവൺമെൻറ് ആണ്, പ്രിൻസിപ്പൽ പറഞ്ഞാൽ വോട്ടേഴ്സാണ്. വോട്ടേഴ്സിന് ഏജൻറ്റ് ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് ഒരു വ്യൂ ഇല്ല. അതൊരു ഈ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് പ്രോബ്ലം നമ്മൾ എക്കണോമിക്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതായത് ഏജൻറ്റ് പറഞ്ഞത് ഗവൺമെൻറ് ആണ്, അപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ പ്രിൻസിപ്പൽ ഏജൻറ്റ് പ്രോബ്ലം പറഞ്ഞത് the government may have different preferences which it can conceal from the imperfectly informed voters. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ മറച്ചു വയ്ക്കും വോട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, the government may make different preferences concealing it from the voters. ആ ഒരു കോൺസെപ്റ്റ് ഫ്രേ പുറത്ത് കൊണ്ടുവന്നു. ഓക്കെ, സോ in this circular flow what happens is that നമുക്കറിയാം എല്ലാ ഗവൺമെൻറ്റും അത്ര ഐഡിയലിസ്റ്റിക് അല്ല, കെയ്ൻസ് പറഞ്ഞ പോലെ. പക്ഷെ വോട്ടേഴ്സിന് മുഴുവനായിട്ട് ഗവൺമെൻറ്റിനെ പറ്റി അറിയില്ല. അതിനെയാണ് ഈ പ്രിൻസിപ്പൽ ഏജൻറ്റ് പ്രോബ്ലം, അതായത് അസിമെട്രി ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവും. അതാണ് ഈ പ്രിൻസിപ്പൽ ഏജൻറ്റ് പ്രോബ്ലം. അത് ഫ്രേ കൊണ്ടുവന്നു. ഓക്കെ, ആസ് ഇസ് എവിഡൻറ്റ് ആ സർക്കുലർ ഫ്ലോ ഓഫ് ഒരു ഇതുണ്ടായിരുന്നില്ലേ, നമ്മുടെ ആ ഡയഗ്രം ഉണ്ടായിരുന്നില്ലേ നേരത്തെ നമ്മൾ പഠിച്ചത്, സർക്കുലർ ഫ്ലോ മോഡൽ. അതിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു ഐഡിയോളജിക്കലും അതേപോലെ റീ എലക്ഷൻ കൺസിഡറേഷൻ, ഒരു ബാലൻസ് വേണം. ഐഡിയോളജിയും ഒരു പാർട്ടിയുടെ ഐഡിയോളജി, എല്ലാ പാർട്ടീസിനും ഓരോ ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയും പിന്നെ റീ എലക്ഷൻ കൺസിഡറേഷനും, ഇത് രണ്ടിലും ഒരു ബാലൻസ് കൊണ്ടുവരണം. ഓക്കെ, റീ എലക്റ്റ് ആവണമെങ്കിൽ അതിലെന്തൊക്കെയാണ് ചോയ്സസ് വേണ്ട, അതേപോലെ പാർട്ടി ഐഡിയോളജി എന്താണ്. ഓക്കെ, ഇത് രണ്ടിനും ഒരു ബാലൻസ്. പാർട്ടിക്ക് ഓരോ ഐഡിയോളജി ഉണ്ടാവും. ഓരോ പാർട്ടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചില പാർട്ടീസിന് ഇതാണ് പ്രിഫറൻസ്, മറ്റേ പാർട്ടീസിന് വേറെ എന്തെങ്കിലും. ആ ഐഡിയോളജിയും പിന്നെ എന്താണ്, തിരിച്ച് റീ എലക്റ്റഡ് ആവണം. ഓക്കെ, അവരെ തിരിച്ച് അധികാരത്തിൽ വരണമെങ്കിൽ അവരെന്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് അവരൊരു ബാലൻസ് കൊണ്ടുവരണം രണ്ടും തമ്മിൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മെയിനായിട്ട് രണ്ട് മൂന്ന് ആസ്പെക്ട്സ് ആണ് നമ്മൾ നോക്കാനുള്ളത്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുക, അതേപോലെ ഇൻഫ്ലേഷൻ കുറയ്ക്കണം, പിന്നെ അതേപോലെ ഗ്രോത്ത് ഓഫ് റിയൽ ഡിസ്പോസിബിൾ ഇൻകം. ഈ മൂന്നെണ്ണം വേരിയബിൾസും വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഫ്രേ പറയണം, പിന്നെ എല്ലാ ഇക്കോണമിസ്റ്റ് പറയണത്. അപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ത് തമ്മിൽ, ഐഡിയോളജിയും പിന്നെ റീ എലക്ഷൻ കൺസിഡറേഷൻസും. അപ്പോൾ നമ്മൾ ഐഡിയോളജി, പാർട്ടിയുടെ ഐഡിയോളജി മാത്രം നോക്കിയിട്ട് കാര്യമില്ല, തിരിച്ച് റീ എലക്റ്റഡ് ആവണമെങ്കിൽ ആ വോട്ടേഴ്സിൻ്റെ ഇൻട്രസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഉള്ളത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും, ഇതെല്ലാം കുറയ്ക്കണം, ഡിസ്പോസിബിൾ ഇൻകം കൂട്ടണം. ആ മൂന്ന് ആസ്പെക്ട്സും ഇമ്പോർട്ടൻസിൽ വന്നു. ഓക്കെ, അപ്പോൾ ദ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി ഇസ് ഇൻ ദ ഇമ്മീഡിയറ്റ് പ്രീ എലക്ഷൻ പീരിയഡ് ഇസ് ക്രൂഷ്യൽ. ഇപ്പോൾ ഒരു പ്രീ എലക്ഷൻ പീരിയഡ്, എലക്ഷൻ്റെ ജസ്റ്റ് മുന്നേ ഇക്കോണമി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗവൺമെൻറ് അടുത്ത വർഷം സർവൈവ് ചെയ്യുമല്ലോ ഇല്ലെന്ന് അതനുസരിച്ചിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുക.
ഒരു ബയൻറ്റ് ഇക്കോണമി വേണം. മീൻസ് ഭയങ്കര വൈബ്രൻറ്റ് ഇക്കോണമി വേണം. അടുത്ത ഇലക്ഷനിൽ പുതിയൊരു ഇലക്ട്രൽ ഫോഴ്സ് ആവുമോ, അത് നേരത്തെ ഉള്ളത് തന്നെയാണോ? ജസ്റ്റ് ആ ഇലക്ഷൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്കറിയാം, എല്ലായിടത്തും പ്രചാരണത്തിന് പോകും ആൾക്കാർ. ഇതൊക്കെ എന്തിനാണ്? ടു മേക്ക് പീപ്പിൾ ഗെറ്റ് വോട്ട്സ്. അപ്പോൾ ആ ജസ്റ്റ് തൊട്ട് മുന്നേ, അതേപോലെ ക്ലീനിങ് ഓഫ് പ്ലേസസ്, റോഡ് നന്നാക്കുക, അതൊക്കെ എന്തിനാണ്? ആ ജസ്റ്റ് മുന്നേ നല്ല ഒരു ക്ലീൻ ഇമേജ് കൊണ്ടുവരാൻ വേണ്ടി അതൊക്കെ ചെയ്യും. അപ്പോൾ ആ തൊട്ട് മുന്നേ ഉള്ള പീരീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇഫ് എക്കണോമിക് കണ്ടീഷൻസ് ആർ അൺഫേവറബിൾ, എക്കണോമിക് കണ്ടീഷൻസ് നന്നല്ല, ഇൻഫ്ലേഷനൊക്കെ കൂടിയ സമയമാണ്, അൺഎംപ്ലോയ്മെൻറ്റ് കൂടി, അപ്പോൾ വോട്ടേഴ്സ് എന്ത് ചെയ്യും? അതിൻ്റെ അഗെൻസ്റ്റ് വോട്ട് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ആ പാർട്ടി തിരിച്ചു വരില്ല. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്, അങ്ങനെ കുറേ പാർട്ടീസിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. ഇത് നമ്മുടെ ഇംഗ്ലീഷ് ഓഥേഴ്സായ കാരണം ഒരു ഇംഗ്ലണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു പുറത്തുള്ള എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ബുഷ് പ്രീ ഇലക്ഷനിൽ പറഞ്ഞത് റീഡ് മൈ ലിപ്സ്, നോ ന്യൂ ടാക്സസ്. അതായത് ആൾ ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞ ഒരു സ്ലോഗനാണ്, ദാറ്റ് ഈസ് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ, പുതിയ ടാക്സ് ഒന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ എല്ലാ ഗവൺമെൻറ്റും ഓരോ പുതിയ സ്ലോഗൻസ് കൊണ്ടുവരും, ആൻഡ് അത് ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ വോട്ട് അട്രാക്റ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, സോ അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും നമ്മൾ കൺക്ലൂഷൻ വരലെന്ത് എന്താ വെച്ചാൽ, പാർട്ടീസാൻ പൊളിറ്റിക്സ്, പാർട്ടി അവരെ തീരുമാനിക്കും എന്ത് പോളിസി എടുക്കണമെന്ന്. ഓക്കെ, അപ്പോൾ അതിൽ 3 വേരിയബിൾസാണ് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രൈസ്, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, പിന്നെ എന്താണ്? ഗ്രോത്ത് ഓഫ് ഡിസ്പോസിബിൾ ഇൻകം. ഇത് 3ആണ് തീരുമാനിക്കുക ഒരു പർട്ടിക്കുലർ പാർട്ടി തിരിച്ച് കയറി വരുമോ ഇല്ലേന്ന്. അതിനെപ്പറ്റി കുറേ ആൾക്കാർ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. കുറേ തിയറീസ് ഉണ്ട്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള 2 മെയിൻ തിയറീസാണ്. നോർദാസും പിന്നെ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് വരുന്നുണ്ട്, അത് പിന്നീടാണ്. നോർദാസും ഹിബ്സും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്, ഹൗ ഇമ്പോർട്ടൻ്റ് ആ എക്കണോമിക് ഫോഴ്സസ് ഇൻ ഇൻഫ്ലുവൻസിങ് വോട്ടർ ചോയ്സ്. എത്ര ഇൻഫ്ലുവൻസ് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും എത്രമാത്രം വോട്ടർ ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അത് പറയുന്നതാണ് ഫ്രേ എന്ന് പറഞ്ഞ ഇക്കോണമിസ്റ്റും സ്നൈഡർ എന്നും പറഞ്ഞ സ്നൈഡർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കോൺട്രിബ്യൂഷനാണ്, ഡു ഓപ്പർച്യൂണിസ്റ്റിക് പൊളിറ്റീഷ്യൻസ് മാനിപ്പുലേറ്റ് ദ ഇക്കോണമി ഫോർ പൊളിറ്റിക്കൽ പ്രോഫിറ്റ്. ഓപ്പർച്യൂണിസ്റ്റിക് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ ഇക്കോണമിയെ, അവരെങ്ങനെയെങ്കിലും കൺസിഡർ ചെയ്യുന്നുണ്ടോ ഫോർ പൊളിറ്റിക്കൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. Third one, do ideological considerations lead to political parties producing a differentiated product? അവരുടെ ഐഡിയോളജിയാണോ ഇമ്പോർട്ടൻറ്റ്, ഒരു ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ. ഓക്കെ, ഓരോ പാർട്ടിക്ക് ഓരോ ഐഡിയോളജി ഉണ്ടാവും, അതാണോ മുൻതൂക്കം കൊടുക്കണം. നെക്സ്റ്റ്, ക്യാൻ പൊളിറ്റിക്കൽ സൈക്കിൾസ് എക്സിസ്റ്റ് ഇൻ എ റാഷണൽ നോൺ മയോപിക് വോട്ടേഴ്സ്. ഇത് റാഷണൽ നെക്സ്റ്റ് പാർട്ടാണ് നിങ്ങളുടെ റാഷണൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ ആ പാർട്ടാണ്. അപ്പോൾ റാഷണൽ ആണോ നോൺ മയോപിക് വോട്ടേഴ്സ് ആൻഡ് എക്കണോമിക് ഏജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതോ ഡസ് ദ എംപിരിക്കൽ എവിഡൻസ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ പൊളിറ്റിക്കൽ മോഡൽസ്, എലിസീന. പിന്നെ വാട്ട് ആർ ദ പോളിസി ഇംപ്ലിക്കേഷൻസ് ഓഫ് സച്ച് മോഡൽസ്. ഇങ്ങനത്തെ കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് മോഡൽ, അതായത് നോർദോസിൻ്റെ മോഡലാണ് കൺസിഡർ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റീവ് ബിസിനസ് സൈക്കിൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ ആൻഡ് ഓവർവ്യൂ. എങ്ങനെയാണ് നമ്മളുടെ നോർദോസും ഹിബ്സും അതിനെ കൺസിഡർ ചെയ്തതെന്നാണ്. അപ്പോൾ 1970s തൊട്ടിട്ട് നോർത്ത് ഹൗസ് കൂടുതലായിട്ട് ഇതിനെ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിളിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ ഓപ്പർച്യൂണിസ്റ്റിക് ബിഹേവിയറാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നേരെ മറിച്ച് ഹിബ്സ് എന്തിനാണ് കൊടുത്തത്? ഐഡിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ രണ്ടും പേരും, അതായത് നോർദേഴ്സ് ആയാലും ഹിബ്സ് ആയാലും വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്നു. ഓക്കെ, റെവല്യൂഷൻ കൊണ്ടുവന്നു, ഇങ്ങനത്തെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നു പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ. പക്ഷേ ഇതെല്ലാം മാറ്റി മറിച്ചു റാഷണൽ എക്സ്പെക്റ്റേഷൻ റെവല്യൂഷൻ വന്നപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻ റെവല്യൂഷൻ വന്നപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാൻ പറ്റും, നോൺ പാർട്ടിസൺ ഓപ്പർച്യൂണിസ്റ്റിക് പൊളിറ്റീഷ്യൻസ്. അതായത് 2 തരം ഈ കൺസ്യൂമേഴ്സ് ഉണ്ട്, നോൺ റാഷണലും റാഷണലും. അപ്പോൾ നോൺ റാഷണലാണ് ആര് ബിലീവ് ചെയ്തത്? ഹിബ്സും നോർദോസും. ഓക്കെ, അപ്പം മുകളിൽ എഴുതിയ ഹെഡിങ് വായിച്ചു നോക്കൂ, നോൺ റാഷണൽ ബിഹേവിയർ, നോൺ റാഷണൽ എക്സ്പെക്റ്റേഷൻ. അതിനെ ബിലീവ് ചെയ്ത് നോർദോസും ഹിബ്സും. പക്ഷെ നോർദോസ് പറഞ്ഞത് എന്താണ്? ഓപ്പർച്യൂണിസ്റ്റിക് പാർട്ടിസൺ പൊളിറ്റിക്സും പിന്നെ ഓപ്പർച്യൂണിസ്റ്റിക്
നോൺ പാർട്ടിസൺ പറഞ്ഞാൽ പാർട്ടി വലിയ കാര്യമായിട്ട് ബാധിക്കില്ല, പക്ഷേ ഓപ്പർച്യൂണിസ്റ്റിക് ആണ്, അതായത് സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന പൊളിറ്റീഷ്യൻസ് ആണ്. പക്ഷേ ഹിബ്സ് പറഞ്ഞത് എന്താ വെച്ചാൽ പാർട്ടിസൺ ഐഡിയോളജിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പക്ഷേ രണ്ടുപേരും ഒരു കോമൺ ആയുള്ള സാധനം എന്താ വെച്ചാൽ വോട്ടേഴ്സ് ആർ നോൺ റാഷണൽ പറഞ്ഞാൽ അവർക്ക് കറക്റ്റ് ചോയ്സ് ചെയ്യാൻ അറിയില്ല എന്ന്. അടുത്തതാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻ തിയറിയിലെ രണ്ട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവർ ബിലീവ് ചെയ്തത് കൺസ്യൂമേഴ്സ് ആർ റാഷണൽ. പക്ഷേ ഒരാൾ പറഞ്ഞത് എന്താ വെച്ചാൽ നോൺ പാർട്ടിസിപ്പാൻ ഓപ്പർച്യൂണിസ്റ്റിക് ബിഹേവിയർ ആണ് വോട്ടേഴ്സ്. നോർദോസിൻ്റെ അതേ എക്സാമ്പിൾ തന്നെ എടുത്തു, അതേപോലെ തന്നെ പറഞ്ഞു. പക്ഷേ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ കൺസ്യൂമേഴ്സ് ആർ റാഷണൽ. അപ്പോൾ അതാണ് റോഗോഫ് ആൻഡ് സൈബർട്ട് പറഞ്ഞു. പിന്നെ പാർട്ടിസൺ ഐഡിയോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വോട്ടേഴ്സ് എന്താണ് റാഷണലാണ്, അത് എലിസീനയാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇങ്ങനെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് രണ്ട് തരത്തിലും. ഇനി അടുത്ത് നമ്മൾ പോവാനുള്ളത് നോർദോസിൻ്റെ ഓപ്പർച്യൂണിസ്റ്റിക് മോഡലാണ്. ഓക്കെ, സോ നോർദോസിൻ്റെ ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ 1975 കൊണ്ടുവന്നതാണ്. ആൻഡ് ഹി സേസ് ദാറ്റ് ആ എക്കണോമിക് പോളിസീസ് എടുക്കുന്നത് മെയിനായിട്ട് നെക്സ്റ്റ് ഇലക്ഷനിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഒരു പാർട്ടി എടുക്കുക എന്ന്. അതായത് പാർട്ടിസാൻ പൊളിറ്റിക്സ് അല്ല അവിടെ ഇമ്പോർട്ടൻ്റ്, അവിടെ നോൺ പാർട്ടിസാൻ ബിഹേവിയറാണ്. അതായത് സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി അവർ ചെയ്യണ വർക്ക് എക്കണോമിക് പോളിസീസൊക്കെ എന്തിനാണ്, തിരിച്ച് റീ എലക്ഷന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊളിറ്റീഷ്യൻസ് എന്താ ചെയ്യുക, ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞാൽ ചില വേരിയബിൾസിനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും. എന്തിനാണ്, നല്ല ഫേവറബിൾ എലക്ഷൻ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ആ ബയസ്ഡ് അഗെൻസ്റ്റ് ഫ്യൂച്ചർ അങ്ങനെ ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസിന് എന്താ അത് തിരിച്ച്, അതായത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇൻഫ്ലേഷനും അതായത് അൺഎംപ്ലോയ്മെൻറ്റൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തുകയാണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ജനറേഷൻസിനാണ് അത് എഫക്റ്റ് ചെയ്യുക, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുക. സോ എലക്ഷൻസും ഇലക്ട്രൽ കോമ്പറ്റീഷനും നെസസറി ആണെങ്കിലും, ഓക്കെ, എലക്ഷനും അതിലുള്ള കോമ്പറ്റീഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അക്കൗണ്ടബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്യണം. ആൻഡ് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരു ഇക്കോണമിയിൽ എന്തുണ്ടാവും, ഡിസ്റ്റോർഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതാണ് നോർദോസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ. ദാറ്റ് ഈസ് നമ്മൾ ഒരു പാർട്ടി ഇൻഫ്ലുവൻസ്ഡ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓപ്പർച്യൂണിസ്റ്റിക് ബിഹേവിയറാണ് അവർ ചെയ്യണ എക്കണോമിക് പോളിസീസ് തിരിച്ച് ഇലക്ഷനിൽ വരാനാണ്. അവർ ഇൻസ്ട്രുമെൻസിനെ എഫക്റ്റ് ചെയ്യും, അതായത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റിനെ ഒക്കെ എഫക്റ്റ് ചെയ്യും. പക്ഷെ ഇങ്ങനെ അവർ അത് എഫക്റ്റ് ചെയ്യും അവരുടെ തീരുമാനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യണത് ഇത് കാരണം എന്താ ഉണ്ടാവുക വെച്ചാൽ ഫ്യൂച്ചർ ജനറേഷൻസിനാണ് അത് ഡിഫിക്കൾട്ടാവുന്നത്. അത് കാരണം എന്താ അവിടെ ഉണ്ടാവുക വെച്ചാൽ പൊളിറ്റിക്കൽ ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. അപ്പോൾ നോർദോസിൻ്റെ മോഡലിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. അപ്പോൾ ആ അസംഷൻസിനെ 8 എണ്ണമായിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് പറയുന്നത് രണ്ട് പാർട്ടിയാണ് ഉള്ളത് ആൻഡ് രണ്ട് പാർട്ടിയാണ് അസ്യൂം ചെയ്യണം, 3-4 എണ്ണമല്ല, 2 പാർട്ടീസ്. ദർ ഇസ് രണ്ടിലും പോളിസിയിൽ കൺവേർജൻസ് ഉണ്ട്. അതായത് കൺവേർജൻസ് പറഞ്ഞാൽ ഒരേപോലത്തെ പോളിസീസാണ് രണ്ടും എടുക്കുക. ആൻഡ് ആസ് പ്രഡിക്റ്റഡ് ബൈ ദ മീഡിയൻ വോട്ടർ തിയറം ഓഫ് ഡോൺസ്, അതാണ് അസംഷൻ. മീഡിയം വോട്ടർ തിയറം പറഞ്ഞാൽ മീഡിയം വോട്ടറിൻ്റെ എന്താണോ തീരുമാനം, ടോട്ടൽ നമ്പർ മീഡിയൻ മോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സിൻ്റെ മീഡിയൻ പേഴ്സൻ്റെ എന്താ വോട്ട് വരുന്നത് വെച്ചാൽ അതാണ് പ്രഡിക്റ്റ് ചെയ്യണ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താവുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 പാർട്ടീസ്. ദർ ഹാസ് ബീൻ കംപ്ലീറ്റ് പോളിസി കൺവേർജൻസ് ആസ് പ്രഡിക്റ്റഡ് ബൈ ദ മീഡിയൻ വോട്ടർ ഓഫ് ഡോൺസ്. അപ്പോൾ മീഡിയം വോട്ടർ പറയുന്ന പോലെ അവിടെ ഫുൾ കൺവേർജൻസ് ഉണ്ട്, 2 പേരിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നാണ്. ഓക്കെ, അടുത്തത് കോൺസെപ്റ്റ് എന്താ വെച്ചാൽ 2 പാർട്ടീസും മാക്സിമൈസ് എന്ത് ചെയ്യാനാണ്, പൊളിറ്റിക്കൽ പ്രോഫിറ്റാണ്, നോട്ട് ഐഡിയോളജിക്കൽ. അപ്പോൾ പ്രോഫിറ്റ് കിട്ടാനാണ് നോക്കണം. പൊളിറ്റിക്സിന് പ്രോഫിറ്റ് കിട്ടാനുള്ള 2 പാർട്ടീസും പൊളിറ്റിക്കൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത അസംഷൻ, ദ ടൈമിംഗ് ഓഫ് എലക്ഷൻ ഇസ് എക്സോജിനസ്ലി ഫിക്സ്ഡ് പറഞ്ഞാൽ നോട്ട് എൻഡോജിനസ്, ഇൻസൈഡ് അല്ല, കുറേ ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദ ഇക്കോണമി ആണ് തീരുമാനിക്കുന്നത്. പിന്നെ അടുത്തതാണ് നമ്മളുടെ 2 വേരിയബിൾസിനെ കുറിച്ച്, അതായത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും. ഈ 2 ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും വോട്ടേഴ്സ് എന്ത് ട്രൈ ചെയ്യും, വോട്ടേഴ്സിന് ഇഷ്ടം അത് കുറയ്ക്കാനും, അതേപോലെ പോളിസി
പോളിസി മേക്കേഴ്സും അതിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. അതായത് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനുമാണ് അവർ കുറയ്ക്കാൻ നോക്കുക. അവർക്ക് അറിയാം വോട്ടേഴ്സിന് ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. പക്ഷേ അവർ കാര്യമായിട്ട് നോ സ്പെസിഫിക് പ്രിഫറൻസ്, അവർക്ക് കാര്യമായിട്ട് ഒരു പ്രിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അഞ്ചാമത്തെയാണ് വോട്ടേഴ്സ് മേക്ക് പൊളിറ്റിക്കൽ ചോയ്സസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ഇൻകംപിറ്റൻറ്റ് പൊളിറ്റീഷ്യൻസ്. വോട്ടേഴ്സ് എടുക്കുന്ന തീരുമാനമൊക്കെ പഴയ പൊളിറ്റീഷ്യൻസിൻ്റെ തീരുമാനത്തിനെ ബേസ് ചെയ്തിട്ടാവും. അതായത് പഴയ പൊളിറ്റീഷ്യൻസ് എന്താണ് ചെയ്ത് ഒരു ഇക്കോണമിയെ നോക്കാൻ വേണ്ടി അത് നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുക. നോട്ട് ഓൺലി ആ വോട്ടേഴ്സ് റെട്രോസ്പെക്റ്റിംഗ് ഇൻ വോട്ടിംഗ് ബിഹേവിയർ, അവർക്ക് ഫോഴ്സൈറ്റ് ഇല്ല മുന്നേ എന്താ ഉണ്ടാവുക അല്ലെങ്കിൽ പഴയത് വെച്ചിട്ടാണ്. പിന്നെ അതുമല്ല അവർക്ക് മെമ്മറി മറന്നു പോകും. അവർ പുതിയ വല്ല കാര്യങ്ങളും ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റേ ഇല്ല, പക്ഷെ അയാൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഇലക്ഷൻ്റെ തൊട്ട് മുന്നിൽ വേറെ വല്ല ഫേവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ നല്ലതാ പറഞ്ഞിട്ട് അയാൾക്ക് വോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഡീക്കേയിങ് മെമ്മറി ഇല്ല. കാരണം അവിടെ എന്താ ഉള്ളത്, പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതായത് ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ മെമ്മറി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് അവരെ എന്താ പറയുക, അവരെ പറയണത് മയോപ്പിക് ആണ്. അതായത് അവർക്ക് ഫോർസൈറ്റഡ്നെസ് ഇല്ല, ദൂരെ ഉള്ളത് കാണാൻ പറ്റില്ല, അടുത്തുള്ളതാണ് അവരുടെ തലയിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ, ആ ഒരു അസംഷന്. പിന്നെ ഇയാളുടെ ഒരു കോൺസെപ്റ്റിൽ എക്സ്പെക്റ്റഡ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവിനെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, ഫിലിപ്സ് കർവ് ട്രേഡ് ഓഫ് ആയിരുന്നു ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റ്. വേറെ വെച്ച് എക്സ്പെക്റ്റഡ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവിൽ എങ്ങനെയായിരുന്നു, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ട്രേഡ് ഓഫ് ഉണ്ടെങ്കിൽ ഷോർട്ട് റൺ ട്രേഡ് ഓഫ് ഇസ് ലെസ് ഫേവറബിൾ ദാൻ ലോങ് റൺ. അപ്പോൾ ഷോർട്ട് റൺ ഫേവറബിൾ അല്ല, ലോങ് റൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ആൻഡ് നെക്സ്റ്റ് പറയുന്ന എസംഷൻ എന്താ വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇൻഫ്ലേഷൻ ആർ ഫോംഡ് അഡാപ്റ്റീവ്ലി, ഏജൻസ് ആർ ബാക്ക്വേർഡ് ലുക്കിംഗ്. അതായത് പണ്ടത്തെ നോക്കിയിട്ടാണ് ഈ ഗവൺമെൻറ്റും അത് തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ ലാസ്റ്റാണ് പോളിസി മേക്കേഴ്സ് ക്യാൻ കൺട്രോൾ ദ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ബൈ മാനിപ്പുലേറ്റിംഗ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് വയ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി. അപ്പോൾ പോളിസി മേക്കേഴ്സും അതെ അൺഎംപ്ലോയ്മെൻറ്റും കൂട്ടാനും കുറയ്ക്കാനും നോക്കും. എങ്ങനെയാണ്, ഫിസിക്കലും മോണിറ്ററി പോളിസീസും വെച്ചിട്ട്. അപ്പോൾ ആ ഒരു വേർഷനിൽ വെച്ചിട്ട് അപ്പോൾ നമുക്ക് കിട്ടി വോട്ടർ ആണെങ്കിൽ വോട്ടർ വി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, പിന്നെ പ്രൈസ് പി ആയിട്ടും അൺഎംപ്ലോയ്മെൻറ്റ് യു ആയിട്ടും. അപ്പോൾ ഒരു വോട്ടറിൻ്റെ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് വി ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് യു ടി പി ടി. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ ഈ യു ടി ആയാലും പി ടി ആയാലും ഏറ്റവും മാക്സിമം കുറയ്ക്കാനാണ് നോക്കുക. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1. അതാണ് അവിടെ ഇക്വേഷനിൽ എഴുതുന്നത്. അത് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ആണ് വി ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ V1 ഇസ് ബെറ്റർ ദാൻ V2, V2 ഇസ് ബെറ്റർ ദാൻ V3, അങ്ങനത്തെ ഒരു റിലേഷൻ വരും. ബിക്കോസ് V1 പറയുന്നത് ലെസ്സർ amount ആണ് ഏതിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും ലോ പോയിൻ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ V1 ഇസ് ഗ്രേറ്റർ ദാൻ V2. അപ്പോൾ V1 ഇസ് പ്രിഫേർഡ് ടു V2, V2 ഇസ് പ്രിഫേർഡ് ടു V3, V3 ഇസ് പ്രിഫേർഡ് ടു V4. അങ്ങനെ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഇക്കോണമിയിൽ ഒരു ഗവൺമെൻറ്റിന് നിൽക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും ലോ ആക്കിയിട്ട് ആക്കാൻ നോക്കും. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് SM, SW, SG കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്താണ്, ഇത് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണ്. ഓക്കെ, SG, SW, SM ഇതെല്ലാം ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണ്. നേരെ മറിച്ച് നോർദേഴ്സ് ബിലീവ് ചെയ്യണ ഒരു മോഡലിൽ ഈ ലോങ് റൺ ഫിലിപ്സ് കർവിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് അല്ല ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഷോർട്ട് റൺ ഫിലിപ്സ് കർവിൽ നമുക്ക് ട്രേഡ് ഓഫ് അറിയാം. ഓക്കെ, പക്ഷേ നോർദേഴ്സിൻ്റെ ഈ ഒരു മോഡലിൽ LRPCനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഇക്കോണമി G എന്ന പൊസിഷനിലാണ് അത് മാക്സിമം അല്ലെങ്കിൽ ഓപ്റ്റിമം ലെവലിലെത്തുക. ജിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷനും കുറവാണ്, അൺഎംപ്ലോയ്മെൻറ്റും കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്റ്റിമൽ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, അപ്പോൾ V1, V2, V3, V4 ഒക്കെ എന്താണ് ഓരോ വോട്ടേഴ്സിൻ്റെ പ്രിഫറൻസസ് ആണ്. V1 is a better position than V2, V3 is better than
V4 അങ്ങനത്തെ ഒരു പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ ഓരോ വോട്ടേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് ആണ് കാണുക, ടാൻജൻസി പോയിൻറ്റ്സ് ആണ് അവരുടെ ഇക്വിലിബ്രിയം വരിക. അപ്പോൾ ഗിവൺ ദ അസംഷൻ N4 പറഞ്ഞാൽ അവർക്ക് രണ്ട് പോളിസി വേരിയബിൾസ് ആണ്, പ്രൈസും പിന്നെ ഏതായിരുന്നു അൺഎംപ്ലോയ്മെൻറ്റും. ദ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഓഫ് ദ പോളിസി മേക്കേഴ്സ് വിൽ ബി ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ദ അഗ്രിഗേറ്റ് വോട്ടിംഗ് ഫംഗ്ഷൻ. In the absence of political constraints, a social planner will seek to maximize the welfare function subject to certain constraint. അപ്പോൾ ഒരു വെൽഫെയർ ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാൻ നോക്കും, certain constraints ഉണ്ടാവും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. W is a function with limit to 0 to infinity g of ut pt raised to minus rt dt. ഓക്കെ, അപ്പോൾ അതാണ് അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ലോങ് റൺ ഫിലിപ്സ് കർവ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. when it is equal to unity, Phillips curve becomes vertical straight line, natural rate of unemployment. കുറേ possible choices ഉണ്ട്. അപ്പോൾ where future generations are given the same weight, current generation r is equal to 0, the outcome is indicated by g. അപ്പോൾ g ആണ് ഏറ്റവും ബെസ്റ്റ് പോയിന്റ് ഒരു ഇക്വേഷനിൽ, ഓക്കെ, ആ ഒരു ഡയഗ്രത്തിൽ. അപ്പോൾ ഇതിൽ പറയണത് എന്താ വെച്ചാൽ മയോപ്പിക് പോളിസീസ് ആയ കാരണം which ignore the welfare of future generations lead to higher inflation PM. അപ്പോൾ നമ്മൾ and unemployment UM. സപ്പോസ് നമ്മൾ ഈ ഡയഗ്രത്തിൽ എടുക്കുമ്പോൾ നമ്മൾ PM ആണ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഹൈ ഇൻഫ്ലേഷനുമാണ്, ലോ അൺഎംപ്ലോയ്മെൻറ്റ് കുറവാണ്, പക്ഷേ ഹൈ ഇൻഫ്ലേഷനാണ്. ഇത് മയോപ്പിക് ആണ്, അതായത് വെൽഫെയർ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ വെൽഫെയർ നോക്കാതെയാണ്. അതുകൊണ്ട് ഗോൾഡൻ റൂൾ പോളിസി പറഞ്ഞ പോയിന്റ് G ആണ്. ഓക്കെ, ഇനി ഇതേ കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഒരു ലോങ് റൺ ഇംപ്ലിക്കേഷൻസ്, അതായത് ലോങ് റണ്ണിൽ എങ്ങനെയാണ് നോർദോസിൻ്റെ മോഡൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്കറിയാം G ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ലോങ് റൺ ഇംപ്ലിക്കേഷൻസ് പറയുമ്പോൾ ദ ഇൻകമ്പിറ്റൻറ്റ് പൊളിറ്റീഷ്യൻസ് ആർ കൺസേൺഡ് അബൌട്ട് ദ റീ എലക്ഷൻ പ്രോസ്പെക്ട്സ്. അപ്പോൾ എല്ലാ പൊളിറ്റീഷ്യൻസും എന്താണ് മെയിനായിട്ട് നോക്കുക, തിരിച്ച് കയറാനാണ് നോക്കുക, തിരിച്ച് അധികാരത്തിൽ വരാനാണ് നോക്കുക. ദ നോർദേഴ്സ് മോഡൽ predicts that democratic system will choose a policy on the long run trade-off that has lower unemployment and higher inflation than is optimal. അപ്പോൾ ഒപ്റ്റിമൽ പൊസിഷൻ അല്ല നോക്കുക, ലോവർ അൺഎംപ്ലോയ്മെൻറ്റും ഹയർ ഇൻഫ്ലേഷനാണ് നോക്കുക. ഓക്കെ, സപ്പോസ് ബിഫോർ ആൻ ഇക്കോണമി, ഇപ്പോൾ സപ്പോസ് ആ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ അപ്പോൾ ശരിക്കും ബെസ്റ്റ് പൊസിഷൻ ഇതിൽ സ്റ്റാർ ആണ്, അവിടെ ഹയർ ഇൻഫ്ലേഷനാണ്, അൺഎംപ്ലോയ്മെൻറ്റ് ലോ ആണ്. സപ്പോസ് ദ ഇക്കോണമി ഈസ് അറ്റ് പൊസിഷൻ ജി ആണെങ്കിൽ തിരിച്ച് റീ എലക്ഷന് വരാൻ വേണ്ടി എക്സ്പാൻഷൻ കൊണ്ടുവരാൻ പറ്റും ഒരു ഇക്കോണമിയിൽ. അങ്ങനെയാവുമ്പോൾ എന്താ അവിടെ ഉണ്ടാവുക, അൺഎംപ്ലോയ്മെൻറ്റ് കുറയും ആൻഡ് ഇൻഫ്ലേഷൻ കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാവുമ്പോൾ പുതിയൊരു കർവ്, അതായത് SR കർവും പിന്നെ V* എന്നുള്ള ഒരു കർവിലും കൂട്ടിമുട്ടും. ഓക്കെ, അതാണ് ഒരു ലോങ് റൺ നോർദോസ് മോഡലിലുള്ള ഇക്വിലിബ്രിയം പൊസിഷൻ. ദ ലോങ് റൺ North's model over the course of many elections are shown where E0 election outcome locus. The long run equilibrium is E0 അവിടെയാണ് E* is equal to M. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രിഫറൻസ് ആണ് ഗവൺമെൻറ് തിരിച്ച് അധികാരത്തിൽ വരുമ്പോൾ അതാണ് നോക്കുക. ഓക്കെ, ആ ഒരു പൊസിഷനാണ്. അപ്പോൾ ഈ നോർദേഴ്സ് മോഡലിൽ ഇതിൽ E0 ഉള്ള പോയിന്റ് വോട്ടേഴ്സിൻ്റെ ഇലക്ഷൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അവരെങ്ങനെയാണ് ഓരോ ഇലക്ഷനിലും ഒരു ഗവൺമെൻറ്റിനെ ചൂസ് ചെയ്യാമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോർദേഴ്സ് മോഡലിൽ നമ്മൾ പറയാനുള്ളത് രണ്ട് വേരിയബിൾസ് ആണ് ഇമ്പോർട്ടൻറ്റ്, അതേപോലെ അതാണ് നമ്മളുടെ ഇലക്ട്രൽ സൈക്കിളിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണത്. ദ സെക്കൻഡ് ഹാഫ് ഓഫ് ഇലക്ട്രൽ, അപ്പോൾ ആ ഒരു ഇംപ്ലിക്കേഷൻസ് ആണ് ആര് തന്നത്, നോർദോസ്. അപ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോർദോസ് എന്ത് ചെയ്തു, ഈ ഒരു ഇക്കോണമീസിൽ അത് ടെസ്റ്റ് ചെയ്യാൻ നോക്കി 1947 to 72 and found that this is really significant. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നോർദേഴ്സ് കണ്ടെത്തി.
9 countries concluded that given both casual and formal evidence of economic behavior and historical record in the countries examined, it is clear that political business cycle is significant factor of operation. Political business cycle significant ആണ് ഓപ്പറേഷനിൽ. Northos suggested a number of policy remedies which included increasing the information. പോളിസി റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ ഈ ഒരു മയോപിക് പിക്ചർ, വോട്ടേഴ്സിനുള്ള മയോപിക് പിക്ചർ, ഫോർസൈറ്റഡ്നെസ് ഇല്ല, ദൂര വീക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പൊളിറ്റിക്കൽ ഡിസ്റ്റോർഷൻസ് വരും. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി ഫുൾ ഇൻഫർമേഷൻ കൊടുക്കുക. അതേപോലെ മോണിറ്ററി പോളിസി ഇൻഡിപെൻഡൻ്റ് ഒരു സെൻട്രൽ ബാങ്കിന് കൊടുക്കുക എന്നുമാണ് ആര് പറഞ്ഞത്? ഓർത്തോസ് പറഞ്ഞത്.